ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ കപ്പയ്ക്ക, അതായത് ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ, അങ്ങനെ പല പേരിലിത് അറിയപ്പെടും. അപ്പോൾ നമ്മുടെ ഒരു കൊച്ചൊരു പപ്പായ മരമാണിത്. അപ്പോൾ അതിനകത്താണ്ട് നമുക്ക് ഞാൻ പിച്ചാതെ നിർത്തിയിരിക്കുമായിരുന്നു, പഴുത്തിട്ട് പിച്ചാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ പഴുത്തിട്ടുണ്ട്, അതിന് നമുക്കത് പിച്ചാം. അപ്പോൾ നമുക്കിത് പിന്നെ നോർത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയാമോ? ഇപ്പം നമ്മുടെ പറമ്പിൽ നമുക്ക് ഒരു പപ്പീത എന്തായാലും നമ്മൾ നട്ടുപിടിപ്പിക്കണം. കാരണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അങ്ങോട്ട് അരി ഇട്ട് കൊടുത്താൽ മതി, അതങ്ങ് വിളിച്ചു വന്നോളൂ. നമ്മൾ പ്രത്യേകിച്ച് അതിന് വളപ്രയോഗങ്ങളോ ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഞങ്ങളുടെ അയ്യത്താണെങ്കിൽ എവിടെ നോക്കിയാലും കപ്പയ്ക്കുണ്ട്. അപ്പോൾ നമുക്കിപ്പം പച്ചക്കറി വാങ്ങിച്ചില്ലെങ്കിലും നമ്മുടെ അയ്യത്തൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു കപ്പയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് കപ്പയ്ക്ക തോരനോ കപ്പയ്ക്ക എരിശ്ശേരി വെക്കുകയോ കപ്പയ്ക്ക വെച്ച് ഞാൻ അച്ചാറും ഇടാറുണ്ട് കേട്ടോ. മാങ്ങ അച്ചാറിടുന്ന മാതിരി അച്ചാറിടാം. അതുപോലെ തന്നെ പച്ചടി വയ്ക്കാം, ഒക്കെ ചെയ്യാവുന്നതാണിത്. അവിയലിനകത്തിടിയോ സാമ്പാറിനകത്തിടിയോ ഒക്കെ ചെയ്യും. 1 സെൻറ്റ് സ്ഥലം ഉള്ളെങ്കിൽ പോലും നമുക്കൊരു കപ്പയ്ക്ക അവിടെ നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു കപ്പയ്ക്ക അതിൽ നിന്ന് പിച്ചാം. അടുത്തതും പഴുത്തിരിക്കുകയാണ്, എല്ലാം പഴുത്തിരിക്കുക. പല ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. ഇതിൻ്റെ തണ്ടാണെങ്കിൽ തണ്ട ഈ കളറാണ്, നല്ല ഡാർക്ക് ബ്രൗൺ കളറാണിത്. ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ഇത് നല്ല മധുരമുള്ളതാണിത്. ഇതും പിച്ചാം, എല്ലാം നമുക്ക് പിച്ചിക്കൊണ്ട് പോവാം. ഇത് വേറൊരു ഇനം കപ്പയ്ക്കാണ്. ഇതിൻ്റെ ഇലയുടെ തണ്ട് കണ്ടില്ലേ, ഈ കളറ് പച്ച കളറായത്. കുഞ്ഞൊരു കപ്പയാണ് കണ്ടോ. അതിനകത്ത് താങ്ങാൻ വയ്യാത്ത രീതിയിൽ കപ്പയ്ക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പം കയ്യെത്തുന്ന ദൂരത്തായതുകൊണ്ട് പഠിപ്പിച്ച് കഴിക്കാൻ നേരത്തെ നിർത്തിയിരിക്കും. പല രൂപത്തിലുള്ളതുണ്ട് കേട്ടോ, പല ടൈപ്പ് കപ്പയ്ക്ക് നമ്മുടെ അയ്യത്തുണ്ട്. അപ്പോൾ നാട്ടിലിഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും യാതൊരു വിലയും ഇല്ല. അപ്പോൾ ഇതൊക്കെ ദൂരോട്ട് പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ളതായ മഹത്വങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇത് കപ്പയ്ക്ക എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ എവിടെ നിന്നെങ്കിലും കിട്ടുന്നതായ കപ്പയ്ക്ക, നല്ല പഴുത്ത കപ്പയ്ക്ക, അതിൻ്റെ അരി നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുക. അത് ഞാനാണെങ്കിൽ ചാരത്തിനകത്ത് അങ്ങ് ഇടത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെങ്കിലും മൂട്ടിലൊക്കെ വാരിക്കൊണ്ടിടുമ്പോൾ അത് അവിടെ എന്തെങ്കിലും കിളിച്ചോളും. ചിലതൊക്കെ നമ്മൾ പറിച്ച് നടണമെന്നില്ല കേട്ടോ ഞങ്ങളുടെ അയ്യത്ത്. കാരണം എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിഷ്ടം പോലെ വന്നോളും. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു നല്ല അരി എടുത്തിട്ട്, നല്ല വിളഞ്ഞതിൻ്റെ അരി എടുത്തിട്ട് നമ്മൾ പാകി കിളിപ്പിക്കുക. പാകി കിളിപ്പിച്ചിട്ട് നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ അത് നട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനത് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നിന്ന് നമുക്ക് വിളഞ്ഞ അരി നോക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ പഴുത്ത കപ്പയ്ക്കയുടെ അരിയാണ്, നമുക്ക് പാകി കിളിപ്പിച്ചെടുക്കാം. ഇവിടെ അങ്ങ് ഇട്ടിരുന്നാൽ മതി, ഇതിന് പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട കേട്ടോ. ഇത് കിളിച്ച് വരുമ്പോൾ ഇനി നമുക്ക് പറിച്ച് മാറ്റി നട്ടാൽ മാത്രം മതി. അപ്പം ഞങ്ങളുടെ പറമ്പിൽ എവിടെ നോക്കിയാലും കപ്പയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഇപ്പം കുഴിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ കഴിച്ചിട്ട് അത് എവിടെയെങ്കിലും അതിൻ്റെ അരി വീണ അത് കിളിച്ചോളും. അപ്പോൾ നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇങ്ങനെ കുഴിച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു തടം എടുത്തതിന് ശേഷം നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ ഒക്കെ ഒരു തൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടുവന്ന് നല്ലതുപോലെ നടണം. എന്നുവെച്ചാൽ നല്ലൊരു തടം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട്. ചാണകം ഇട്ടിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് അറിഞ്ഞു അതിന് ശേഷം നടുക്കായിട്ടൊരു കുഴി കുഴിച്ചിട്ട് നല്ലോണം കുഴിക്കണം കേട്ടോ. ഇനി കാറ്റത്തൊക്കെ വീണു പോകാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ കുഴിച്ച് ഉറപ്പിച്ച് നിർത്തണം. കാരണം ഇതിൻ്റെ വേരൊക്കെ നല്ലോണം ആഴത്തിൽ പോകേണ്ടതാണ്. പിന്നെ മഴയൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കണം. ഇത് കുറേയും കൂടെ വളർന്നതിന് ശേഷം കുറേയും കൂടെ ചാരവും ജൈവവളവും ഒക്കെ ഇട്ട് വെട്ടി അടിപ്പിച്ചാൽ, സാധാരണ ഞങ്ങളുടെ ഇവിടെ നമ്മളിതിനൊന്നും വളം ചെയ്യാറൊന്നുമില്ല. ഇത് പറമ്പിൽ നിന്ന് തന്നെ വളം വലിച്ചെടുത്തോളും. അതെല്ലാം നിങ്ങൾ പിന്നെ ഫലപുഷ്ടിയില്ലാത്ത മണ്ണിലാണ് വെക്കുന്നുണ്ടെങ്കിൽ സ്വല്പം വളവും കൂടെ ഒക്കെ ഇട്ട് വെട്ടിയടുപ്പിച്ച് നിർത്തിയാൽ നല്ലതുപോലെ കാവലം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരു കപ്പയുടെ തൈയൊക്കെ കുഴിച്ചിടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കടകളിൽ നിന്നുള്ള പച്ചക്കറി തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലെ പച്ചക്കറി കറികളൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു കപ്പയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കപ്പ കുഴിച്ചിടാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഈ കപ്പ കൃഷി ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈൽ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.